നടൻ ശ്രീനാഥ് ഭാസി നിരന്തരം ലഹരി ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് ഹസീബ് മലബാർ. നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമാ ചിത്രീകരണത്തിനിടെ രാത്രി 3 മണിക്ക് വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെട്ടെന്നാണ് വെളിപ്പെടുത്തൽ. നടൻ സ്ഥിരമായി വരാത്തതിനാൽ ചിത്രീകരണവും ഡബ്ബിംഗും നീണ്ടുപോയെന്നും ഹസീബ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ലഹരി മാഫിയയിലെ 2 പേർ പിടിയിലായപ്പോൾ അവർ സിനിമാ താരങ്ങൾക്കായി ലഹരി കൊണ്ടുവന്നു എന്ന് പറഞ്ഞതിൽ ഒരു പേര് ശ്രീനാഥ് ഭാസിയുടേതാണ്. ഇപ്പോൾ ഒരു നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തലാണ് പുറത്തു വരുന്നത്. എന്താണ് ഇപ്പോൾ ഹസീബ് മലബാർ പറയുന്നത്? സ്മൃതി പരുത്തിക്കാട്, ഇതിനു മുമ്പ് ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം തന്നെ അത് ശരിയാണ് എന്ന തരത്തിൽ ശരിവെക്കുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഹസീബ് മലബാർ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെയാണ് ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ആ കുറിപ്പ് എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നു, മടുത്തിട്ടാണ് ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് ഈ ഹസീബ് മലബാറിൻ്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. നിരന്തരമായി ഈ നമുക്ക് കോടതിയിൽ കാണാം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് കോഴിക്കോട് വെച്ചായിരുന്നു ഇത്തരത്തിലൊരു ആവശ്യപ്പെടൽ ഉണ്ടായിരുന്നത്. അതായത് നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഈ നിർമ്മാതാവ് വ്യക്തമാക്കുന്നത്. പുലർച്ചെ അതിരാവിലെയൊക്കെ കഞ്ചാവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഫോൺ വിളിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. മടുത്ത സ്ഥിതിയായിരുന്നു. വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ കഞ്ചാവ് കിട്ടാത്തതിനെ തുടർന്നും കൃത്യമായി സെറ്റിൽ വരാത്തതിനെ തുടർന്നും ഏതാണ്ട് 58 ദിവസത്തോളം ചിത്രീകരണം മുടങ്ങി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന ഗുരുതരമായ ഒരു കാര്യം, ഈ ശ്രീനാഥ് ഭാസി ഉപയോഗിക്കുന്ന വാഹനത്തിന് ലഹരി പിടിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന ഒരു വാഹനം അത് ശ്രീനാഥ് ഭാസിയുടേതായിരിക്കും എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ഇനി നമുക്ക് കോടതിയിൽ കാണാം എന്ന തിരിച്ച് പറച്ചിൽ കൂടി അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് എന്തും നേരിടാൻ താൻ തയ്യാറാണ് എന്ന തരത്തിൽ കൂടിയാണ് ഈ നിർമ്മാതാവ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായിരുന്നാലും വലിയ ബുദ്ധിമുട്ട്, ഡബ്ബിങ്ങും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളുമൊക്കെ ഈ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷവും വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത് ഈ ലഹരി കിട്ടാത്തതിൻ്റെ പേരിലാണ്, ഇല്ലെങ്കിൽ അത് കൃത്യമായി ചെയ്തു കൊടുക്കാത്തതിൻ്റെ പേരിലാണ് എന്നുള്ള ആരോപണമാണ് അത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പുലർച്ചെ മുതൽ ഈ കഞ്ചാവ് ഉപയോഗിക്കാതെ അഭിനയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വേണം നമുക്ക് ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കുവാൻ. ഈ ഒരു വലിയ തലമുറ, ഈ ഒരു യുവതലമുറ ഇപ്പോൾ നിൽക്കുന്നതിൽ വലിയൊരു വിഭാഗം ഇത്തരത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നതിൻ്റെയൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതെല്ലാം സാധൂകരിക്കുന്നതാണ്, ഇല്ലെങ്കിൽ അതൊക്കെ കൃത്യമായി ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരം ഈ സിനിമാ പ്രവർത്തകരുടെ തന്നെ തുറന്നു പറച്ചിലുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ എന്തും നേരിടാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. നമ്മളും അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ആ ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടുകൊണ്ടിരുന്നത്, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല, സിനിമ തീർത്തത് തന്നെ വലിയ ബുദ്ധിമുട്ടോടു കൂടിയാണ്. എന്തായിരുന്നാലും ഇനി അത്തരമൊരു അവസ്ഥ മറ്റൊരു നിർമ്മാതാവിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് താൻ ഇത്തരത്തിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അതിനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. കഞ്ചാവ് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്രം ലഹരി ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു ദിവസം തുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു കാര്യങ്ങൾ. സിനിമയുടെ പ്രവർത്തനങ്ങളെ ആകെ അത് താളം തെറ്റിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഈ പടം പൂർത്തിയായതിനു ശേഷം ഈ നിർമ്മാതാവിൻ്റെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് ഇത്തരത്തിൽ നിരന്തരമായി ഒരു ആവശ്യം ഉന്നയിക്കുകയും അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഇത്തരത്തിൽ തുറന്നു പറയേണ്ടി വന്നത് എന്നുള്ളതാണ് അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അതിനെ ഏത് തരത്തിലും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞിരിക്കുന്നു. എന്തായിരുന്നാലും ശ്രീനാഥ് ഭാസിക്ക് എതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിൽ അത് ഈ ഹൈബ്രിഡ് കഞ്ചാവുമൊക്കെയായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും അന്വേഷണങ്ങളും നിലനിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിർമ്മാതാവ് രംഗത്തെത്തുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുകൂടി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ്. നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ, പലരും ഇത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ശ്രീനാഥ് ഭാസിയുമായി ബന്ധപ്പെട്ട വിവരമാണ് ഇപ്പോൾ സന്ദീപ് രാജാക്കാട് നൽകിയത്. ഒരു സംവിധായകൻ, നിർമ്മാതാവ് നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തലാണ്.